ഹനുമാൻ ചാലിസ രചിക്കുമ്പോൾ തുളസീദാസ് ഒരു നിഗൂഢമായ വെല്ലുവിളി നേരിട്ടുവെന്ന് നിങ്ങൾക്കറിയാമോ? പൊതുവിശ്വാസമനുസരിച്ച് മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കൊട്ടാരത്തിൽ തടവിലായിരിക്കെയാണ് തുളസീദാസ് ഹനുമാൻ ചാലിസ രചിക്കുന്നത്. തുളസീദാസിന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട അക്ബർ ഒരു അത്ഭുതം കാണിക്കാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയെന്നും വെറും ദൈവഭക്തനെന്ന നിലയിൽ തുളസീദാസ് തന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. തടവിൽ കഴിയുമ്പോൾ തുളസീദാസ് സഹായത്തിനായി പ്രിയപ്പെട്ട ഹനുമാനെ പ്രാർത്ഥിച്ചു. ഹനുമാനെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തുതിഗീതം എഴുതാൻ തുടങ്ങി. എന്നാൽ എല്ലാം എഴുതി തീർക്കുമ്പോഴേക്കും അടുത്ത ദിവസം മുഴുവൻ രചനയും അപ്രത്യക്ഷമായി. അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും സംശയാസ്പദമാക്കുകയും ചെയ്തു. ഈ വിചിത്രമായ സാഹചര്യത്തെ പലതവണ നേരിട്ടതിന് ശേഷം തുളസീദാസ് ഉത്തരങ്ങൾക്കായി ഹനുമാനോട് പ്രാർത്ഥിച്ചു. മറുപടിയായി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അവിടെ തൻ്റെ ഭഗവാൻ രാമനെ സ്തുതിക്കാതെ തൻ്റെ സ്തുതികൾ എഴുതാൻ കഴിയില്ലെന്ന് ഹനുമാൻ വിശദീകരിച്ചു. ഈ ഉൾക്കാഴ്ചയെ തുടർന്ന് അടുത്ത ദിവസം തുളസീദാസ് ഹനുമാൻ ചാലിസയുടെ ആദ്യ വരി ഇങ്ങനെ ഉപയോഗിച്ചു: ശ്രീ ഗുരുചരൺ സരോജ് രജ് നിജ് മൻ മുകുർ സുധാർ ബർണോ രഘുവർ ബിമല ജസു ജോ ദയാകു ഫലചാരി. താമരപ്പൂ പോലുള്ള ഗുരുവിൻ്റെ കാലിലെ പൊടി കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കണ്ണാടി വൃത്തിയാക്കുന്നു. ജീവിതത്തിലെ 4 നേട്ടങ്ങളുടെയും ദാതാവും രഘുരാജവംശത്തിലെ പരമോന്നതനുമായ ശ്രീരാമചന്ദ്രൻ്റെ പവിത്രമായ മഹത്വം വിവരിക്കുന്നു. ഹനുമാന്റെ സദ്ഗുണങ്ങൾ, ശക്തി, ഭക്തി എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് തുളസീദാസ് ഹനുമാൻ ചാലിസയുടെ 40 ശ്ലോകങ്ങൾ രചിക്കുന്നു. ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോൾ ഒരു കൂട്ടം കുരങ്ങുകൾ അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചെത്തുകയും അവിടെ നാശം വിതയ്ക്കുകയും തുളസീദാസിന്റെ മോചനത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.